കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തം. ചികിത്സയിലുണ്ടായിരുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപയും മകന് സർക്കാർ ജോലിയും. അതിവേഗ നടപടിയുമായി കേരള സർക്കാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപയോഗിക്കാതെ കിടന്ന പഴയ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ദാരുണമായും ജീവൻ നഷ്ടപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശിനി ഡി ബിന്ദുവിന്റെ കുടുംബത്തിന് ആശ്വാസമായി സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മകൾക്ക് കൂട്ടിരിക്കാൻ എത്തിയപ്പോഴാണ് ബിന്ദു അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും ബിന്ദുവിന്റെ മകന് ദേവസ്വം ബോർഡിലടക്കം സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പരിഗണിക്കാനും തീരുമാനിച്ചു. ദുരന്തം നടന്നയുടൻ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഈ അതിവേഗ നടപടി. മുഖ്യമന്ത്രി നേരിട്ട് സന്നിഹിതനല്ലായിരുന്നിട്ടും ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗം വിഷയം ഗൗരവമായി പരിഗണിച്ച് ഉടനടി തീരുമാനം കൈക്കൊണ്ടത് ദുരിതബാധിതരുള്ള സർക്കാരിന്റെ കരുതലും കാര്യക്ഷമതയും എടുത്തു കാണിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് നടുക്കിയ സംഭവം അരങ്ങേറിയത്. ഏകദേശം 68 വർഷം പഴക്കമുള്ളതും ഓർത്തോപീഡിക് വിഭാഗത്തിന് സമീപത്തുള്ള 14 വാർഡിനോട് ചേർന്നുള്ള ആരും ഉപയോഗിക്കാതെ കിടന്നിരുന്ന ബാത്റൂം സമുച്ചയത്തിന്റെ ഭാഗം അപ്രതീക്ഷിതമായി തകർന്നു വീഴുകയായിരുന്നു. ഈ അപകടം മെഡിക്കൽ കോളേജ് പരിസരത്തും സമീപവാസികളും വലിയ ആശങ്ക പരത്തി. കെട്ടിടം തകരുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ബിന്ദു ഉൾപ്പെടെയുള്ള പലർക്കും പരിക്കേറ്റു. അപകടം നടന്നയുടൻ കെട്ടിടം ഉപയോഗശൂന്യമാണെന്നും ആരും ഉള്ളിലില്ലെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. എന്നാൽ തന്റെ അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിന്റെ മകൾ ആവർത്തിച്ച് പറഞ്ഞതോടെ നടത്തിയ വിശദമായ തെരച്ചിലാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിനെ കണ്ടെത്താനായത്. 2 മണിക്കൂറിലധികം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ബിന്ദുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തലക്കേറ്റ ഗുരുതരമായ പരിക്ക് കാരണം ജീവൻ രക്ഷിക്കാനായില്ല. ദിവസക്കൂലിക്ക് പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന ബിന്ദുവിന്റെ ആകസ്മികമായ മരണം ആ കുടുംബത്തിന് താങ്ങാനാവാത്ത നഷ്ടമാണ് വരുത്തിവെച്ചത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിന്നിരുന്ന ആ കുടുംബത്തിന് ബിന്ദുവിന്റെ വരുമാനം അത്യന്താപേക്ഷിതമായിരുന്നു. ന്യൂറോ സർജറി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന മകൾ നവമിക്ക് കൂട്ടിരിക്കാനെത്തിയതായിരുന്നു ബിന്ദു. അസുഖബാധിതയായ മകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ പ്രതീക്ഷകളെല്ലാം ബിന്ദുവിൽ സമർപ്പിച്ചിരുന്നതിനാൽ അവരുടെ വിയോഗം അവരെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞു. അപകട വിവരം അറിഞ്ഞയുടൻ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ബിന്ദുവിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. സർക്കാർ നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിസഭ ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ധനസഹായം യാതൊരു കാലതാമസവും കൂടാതെ കൈമാറാനുള്ള നിർദ്ദേശം ദുരിതബാധിതർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം എത്തിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ നേർക്കാഴ്ചയാണ്. ബിന്ദുവിന്റെ മകന് സർക്കാർ ജോലി നൽകാനുള്ള തീരുമാനം ആ കുടുംബത്തിന് ഒരു വലിയ ആശ്വാസമാകും. ഒരു സ്ഥിര വരുമാനം ലഭിക്കുന്നത് ആ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ദുരിതത്തിലായവരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ കൂടെയുണ്ടെന്ന സന്ദേശമാണ് ഈ നടപടികളുടെ കേരള സർക്കാർ നൽകുന്നത്. മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇല്ലായിരുന്നിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി മന്ത്രിസഭാ യോഗം ചേർന്നതും നിർണായകമായ ഈ തീരുമാനം കൈക്കൊണ്ടതും സർക്കാരിന്റെ പ്രവർത്തനക്ഷമതയും ദുരന്തങ്ങളോടുള്ള പ്രതികരണശേഷിയും വെളിവാക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രധാന തീരുമാനങ്ങൾ സമയബന്ധിതമായി എടുക്കാൻ സാധിക്കുന്നത് ഭരണപരമായ വേഗതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ്. ഈ തീരുമാനം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും പണം കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു.